Hello friends, welcome to my English classroom. In this class, we are going to discuss about the poem Anniversaries of War written by യഹൂദ അമിച്ചായ്. ഇസ്രായേലി കവിയായിട്ടുള്ള യഹൂദ അമിച്ചായുടെ ആനിവേഴ്സറീസ് ഓഫ് വാർ എന്ന കവിതയെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യുദ്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു കവിതയാണ് ആനിവേഴ്സറീസ് ഓഫ് വാർ. കവിതയുടെ ഓരോ വരികളും വളരെ വിശദമായി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. Anniversaries of War written by Yehuda Amichai. Tell God, I brought my children to the mount where once I fought battles, so they would understand the things I did do and forgive me for the things I didn't do. Tell God. എവിടെയാണ് ടെൽഗാത്ത്? യെസ്, ഇസ്രായേലാണ് ടെൽഗാത്ത്. ടെൽ അവീവ് എന്നാണ് കേട്ടോ അവിടുത്തെ ക്യാപിറ്റൽ സിറ്റിയുടെ പേര്, ടെൽ അവീവ്. ടെൽ എന്ന് പറയുന്നത് അല്ലേ, അവിടെ പല സ്ഥലങ്ങളുടെ പേരിലും ഉണ്ട് ടെൽ. ടെൽഗാത്ത് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ടെൽ എന്ന വാക്കിൻ്റെ അർത്ഥം ലെയർ, അടുക്കുകൾ എന്നാണ്. ഗാത്ത് എന്ന് പറഞ്ഞാൽ വൈറ്റ് ക്ലിപ്സ്, വെള്ളക്കുന്നുകൾ എന്ന അർത്ഥത്തിലുമാണ് ഉപയോഗിക്കുന്നത്. ഇത് കാലങ്ങളായുള്ള ഒരു യുദ്ധഭൂമിയാണ് അല്ലേ, ഒരു തർക്കഭൂമിയാണ്, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ ചോര വീണ മണ്ണാണ് ടെൽഗാത്ത്. So it is a symbol of war. യുദ്ധത്തിൻ്റെ ഒരു സ്മാരകമാണ് ഈ സ്ഥലം അല്ലേ, യുദ്ധങ്ങളുടെ ഒരു സ്മാരകമാണ്. സോ ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് സിവിലൈസേഷൻ, സംസ്കാരത്തിൻ്റെ ഈറ്റിലവുമാണ്, എന്നാൽ എ സിംബൽ ഓഫ് വാർ. പിന്നീട് ചരിത്രം എന്താക്കി മാറ്റി? സംസ്കാരം എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, പരസ്പരമുള്ള ഒരു വലിയ ഡെവലപ്മെൻ്റൊക്കെ സ്ഥലമാണ്. പക്ഷേ ഇവിടെ നടന്നതോ ലോകപ്രശസ്തമായ യുദ്ധങ്ങളാണ്. അപ്പോൾ ആ വാക്കിന് തന്നെ കുറേ പറയാനുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ആൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ബൈബിള് മുതൽ തുടങ്ങും ഈ നാടിൻ്റെ കഥ. ഡേവിഡും ഗോലിയാത്തും യുദ്ധം തുടങ്ങിയത് മുതൽ, അതിൽ ഗോലിയാത്തിൻ്റെ നാടാണെന്ന് പറഞ്ഞു തുടങ്ങുന്നത് മുതൽ ടെൽഗാത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? സോ ആ ടെൽഗാത്തിന് തന്നെ കുറേ കഥകൾ നമ്മളോട് പറയാനുണ്ട്. തൽക്കാലം നമുക്ക് ആ കഥകളിലേക്കൊന്നും പോകാൻ സമയമില്ല, നമുക്ക് നമ്മുടെ കവിത മാത്രം മതി അല്ലേ. അതുകൊണ്ട് നമ്മൾ നേരെ നമ്മുടെ കവിതയിലേക്ക് പോവാണ്. ടെൽഗാത്ത്, ഐ ബ്രോട്ട് മൈ ചിൽഡ്രൻ ടു ദ മൗണ്ട്. ഞാൻ കൊണ്ടുവന്നു അല്ലേ, മൈ ചിൽഡ്രൻ എൻ്റെ കുട്ടികളെ, ടു ദ മൗണ്ട്. മൗണ്ട് ഞാൻ പറഞ്ഞു കുന്നാണ്. ടെൽഗാത്ത് എന്ന കുന്നിലേക്ക് എൻ്റെ കുട്ടികളെയുമായി ഞാൻ വന്നു. വേർ വൺസ് ഐ ഫോട്ട് ബാറ്റിൽസ്. അവിടെയാണ് ഞാൻ ഒരിക്കൽ യുദ്ധങ്ങളിൽ പങ്കെടുത്തത്. വേർ അവിടെയാണ്, വൺസ് ഒരിക്കൽ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ഒരിക്കൽ എന്നർത്ഥം. അതായത് ഇപ്പോൾ അയാൾ ആ യുദ്ധത്തിലൊന്നും പങ്കെടുക്കുന്നില്ല അല്ലേ. സോ അയാൾ ഇപ്പം എന്തായിരിക്കാം? റിട്ടയർഡ് ആയിരിക്കാം, അതിൽ നിന്ന് വിരമിച്ചിട്ടുണ്ടാവാം. വൺസ് ഒരിക്കൽ, ഐ ഫോട്ട് ബാറ്റിൽസ് ഞാൻ യുദ്ധങ്ങളിൽ പോരാടിയിരുന്ന സ്ഥലത്തേക്ക് എൻ്റെ മക്കളെയുമായി ഞാൻ വന്നു. സോ ദേ വുഡ് അണ്ടർസ്റ്റാൻഡ്. സോ അപ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അവർക്ക് എന്താണ് ഉണ്ടായത്, എന്തൊക്കെയാണ് അല്ലേ നടന്നത് എന്നുള്ളത്. സോ ദേ വുഡ് അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ് ഐ ഡിഡ് ഡു. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഞാൻ ഇവിടെ ചെയ്തിരുന്ന ചെയ്തികളെല്ലാം, എൻ്റെ പ്രവൃത്തികളെല്ലാം എന്തായിരുന്നു എന്ന്, യുദ്ധത്തിൽ ഞാൻ എന്താണ് ചെയ്തത് എന്ന് അവർ മനസ്സിലാക്കുമായിരിക്കാം. ആൻഡ് ഫോർഗീവ് മീ ഫോർ ദ തിങ്സ് ഐ ഡിഡിൻറ്റ് ഡു. അതുമാത്രമല്ല, അവരെനിക്ക് മാപ്പ് നൽകട്ടെ. ഫോർ ദ തിങ്സ്, എന്ത് പ്രവൃത്തികൾക്ക്? ഐ ഡിഡിൻറ്റ് ഡു, ഞാൻ ചെയ്യാതിരുന്ന പ്രവൃത്തികൾക്ക് അവർ എനിക്ക് മാപ്പ് തരട്ടെ. അതിന് ഒരുപാട് അർത്ഥമുണ്ട് അല്ലേ. ഒരു യുദ്ധം ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ പങ്കെടുത്തത് കുട്ടികൾ മനസ്സിലാക്കട്ടെ, അതേപോലെ ഞാൻ ചെയ്യാതിരുന്ന കുറേ കാര്യങ്ങൾക്ക് അവരെനിക്ക് മാപ്പ് തരട്ടെ. പല അർത്ഥത്തിലായിരിക്കാം അല്ലേ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, യുദ്ധത്തിൽ ഒരാളുടെ ചെയ്തികളും ഒരാൾ ചെയ്യാത്തതുമായിട്ടാണ് അയാളെ റിലേറ്റ് ചെയ്യുക. നിങ്ങൾ എന്തൊക്കെ ചെയ്തു അല്ലേ. ഇപ്പം നിങ്ങളിന് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, പിന്നിൽ നിന്ന് ഒരാളെ കുത്തുന്നത് ഈവൻ മഹാഭാരത യുദ്ധത്തിലടക്കം വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്, ഒരു തെറ്റായ കീഴ്വഴക്കമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നായിരുന്നു ആ യുദ്ധത്തിൻ്റെ നിയമം. സോ ദേ വുഡ് അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ് ഐ ഡു. ഞാൻ ചെയ്തതൊക്കെ അവർക്ക് മനസ്സിലാവട്ടെ. ആൻഡ് ഫോർഗീവ് മീ ഫോർ ദ തിങ്സ് ഐ ഡിഡിൻറ്റ് ഡു. ഞാൻ ചെയ്യാത്ത പ്രവൃത്തികൾക്ക് അവരെനിക്ക് മാപ്പ് നൽകട്ടെ. അതായത് യുദ്ധം ഒഴിവാക്കാൻ എനിക്കാവുമായിരുന്നെങ്കിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല അല്ലേ. ഈ യുദ്ധം മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇത് ഒഴിവാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, പക്ഷെ ഞാനതൊന്നും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ ചെയ്യാതിരുന്ന പ്രവൃത്തികൾക്കും അവരെനിക്ക് മാപ്പ് നൽകട്ടെ. അതായത് ചുരുക്കി പറഞ്ഞ അത്രയേ ഉള്ളൂ, ഞാൻ എൻ്റെ മക്കളെയുമായി കുന്നിൻ ചെരുവിലെത്തി, അവർക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അവരെന്നെ പറ്റി കൂടുതൽ അങ്ങോട്ട് മനസ്സിലാവട്ടെ, ഞാൻ ചെയ്തതും ഞാൻ ചെയ്യാത്തതും അവരെല്ലാവരും എന്നെ അറിയട്ടെ. ഞാൻ ചെയ്ത തെറ്റുകൾക്കും അവരെന്ത് ചെയ്യട്ടെ, എനിക്ക് മാപ്പ് നൽകട്ടെ
എന്നാണ് ഫസ്റ്റ് സ്റ്റാൻസ പറയുന്നത്. ലെറ്റ്സ് ഗോ ടു ദ സെക്കൻഡ് സ്റ്റാൻസ. The distance between my striding legs and my head grows bigger and I grow smaller. Those days grow away from me, those times grow away from me too. And I am in the middle without them on this mound with my children. എന്താണ് ഈ സ്റ്റാൻസയിൽ പറയുന്നത് നോക്കാം. അങ്ങനെ കുട്ടികളുമായി കുന്നിൻ ചെരുവിൽ വന്ന് തൻ്റെ അനുഭവങ്ങൾ പറയുകയാണ് എന്ന് കവി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൈ സ്ട്രൈഡിങ് ലെഗ്സ് ആൻഡ് മൈ ഹെഡ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ വ്യത്യാസം, അന്തരം, ദൂരം. ബിറ്റ്വീൻ മൈ സ്ട്രൈഡിങ് ലെഗ്സ്. സ്ട്രൈഡിങ് എന്ന് പറഞ്ഞാൽ വേച്ച് നടക്കുക എന്നർത്ഥം. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടേറിയ രീതിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, വലിയ കാലിങ്ങനെ നീട്ടി വെച്ച് നടക്കില്ലേ, അത്തരം വാക്കുകളിലൊക്കെ പറയാം സ്ട്രൈഡിങ് ലെഗ്സ് എന്ന്. ഞാനിങ്ങനെ കവച്ച് വെച്ച് പോകുന്ന എൻ്റെ കാല്. അത് പക്ഷെ ഞാനത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാതിരിക്കാനുള്ള കാരണം അതല്ല നമ്മളിവിടുത്തെ മീനിങ്. ഇവിടുത്തെ അർത്ഥം എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രൈഡിങ് ലെഗ്സ് ആൻഡ് മൈ ഹെഡ് എന്നാണ് അല്ലേ. അതായത് സ്ട്രൈഡിങ് ലെഗ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ കാപ്പബിലിറ്റിയും ഹെഡ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് മെൻ്റൽ കാപ്പബിലിറ്റിയുമാണ്. എന്താ വ്യത്യാസം? സ്ട്രൈഡിങ് ലെഗ്സ് എൻ്റെ വേച്ച് നടക്കാവുന്ന, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഏന്തി വലിഞ്ഞ് നടക്കുന്ന എൻ്റെ കാലും എൻ്റെ തലയും തമ്മിലുള്ള വ്യത്യാസം. ഗ്രോസ് ബിഗ്ഗർ ആൻഡ് ഐ ഗ്രോ സ്മാളർ. വലുതായിക്കൊണ്ടേയിരുന്നു, ഞാൻ ചെറുതായിക്കൊണ്ടേയിരുന്നു. ഒറ്റയടിക്ക് കേട്ടാൽ എന്ത് വിരോധാഭാസം, എന്ത് മണ്ടത്തരാണ് ഇയാൾ പറയണത്. വലുതാവണോ ചെറുതാ, ദാറ്റ് മീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? കാല്, തല എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. എന്നാൽ ക്ലിയർ ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കൂ. ഇവിടെ സ്ട്രൈഡിങ് ലെഗ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ കാപ്പബിലിറ്റിയാണ്. ദാറ്റ് മീൻസ് അയാളുടെ ശാരീരികമായ കഴിവുകൾ, ഓടാനും ചാടാനും ഒക്കെ. യുദ്ധത്തിൽ പങ്കെടുത്ത ആളല്ലേ, അത്തരത്തിൽ അയാൾക്ക് യുദ്ധം ചെയ്യാനുള്ള എല്ലാ ഫിസിക്കൽ ക്വാളിറ്റീസ് അല്ലേ. ഒരു ചുറുചുറുക്കുള്ള പ്രായത്തിൽ അയാൾ പോരാടിയ ആ ഒരു വലിയ ശാരീരികമായ കഴിവ്, സ്ട്രൈഡിങ് ലെഗ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് ഫിസിക്കൽ കാപ്പബിലിറ്റീസ്. ആൻഡ് മൈ ഹെഡ്, തല അല്ലേ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, തല എന്ന് പറയുന്ന ഭാഗമൊക്കെ എന്താണ്, നമ്മൾ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ആൾ അബൌട്ട് മെൻ്റൽ കാപ്പബിലിറ്റീസ്. നമ്മുടെ അല്ലെ മെൻ്റൽ ആയിട്ടുള്ള, മെൻ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ മാനസികമായിട്ടുള്ള ആ നില എന്നർത്ഥത്തിലാണ് അല്ലേ, ചിന്തകൾ എന്നർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി മനസ്സിലാവുന്നുണ്ടോ നോക്കൂ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൈ ഫിസിക്കൽ കാപ്പബിലിറ്റീസ് ആൻഡ് മൈ മെൻ്റൽ കാപ്പബിലിറ്റീസ്, അതായത് എൻ്റെ ചെയ്തികളും എൻ്റെ ചിന്തകളും തമ്മിലുള്ള അന്തരം, വ്യത്യാസം. ഗ്രോസ് ബിഗ്ഗർ, വലുതാവാൻ തുടങ്ങി. ആൻഡ് ഐ ഗ്രോ സ്മാളർ, ഞാൻ ചെറുതാവാൻ തുടങ്ങി. എന്താണ്? എനിക്ക് ചിന്തിക്കുന്നതെല്ലാം ചെയ്യാൻ പറ്റുന്നൊരു പ്രായം ഉണ്ടായിരുന്നു അല്ലേ. മനസ്സെത്തുന്നിടത്ത് കൈയെത്തുക, അല്ലെങ്കിൽ അല്ലേ നമ്മളെ ചിന്തിക്കുന്നിടത്ത് എല്ലായിടത്തും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രായം ഉണ്ടാവും. നമ്മളെല്ലാവരും ആ പ്രായത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വിശ്വസിക്കുന്നത്. കുറേ പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സെത്തുന്നിടത്ത് നമ്മുടെ ശരീരം എത്തില്ല. ശരിയല്ലേ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എൻ്റെ ശരീരം എത്തുന്ന സ്ഥലത്തേക്ക് മനസ്സെത്തുക, അല്ലെങ്കിൽ രണ്ടും ഒന്നിച്ച് പോകുന്നൊരു സമയം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അന്തരം ഗ്രോസ് ബിഗ്ഗർ, അതായത് അത് വളരാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞത്രേ ഉള്ളൂ, എനിക്ക് പ്രായമാവാൻ തുടങ്ങി. ഇപ്പം പഴയ പോലെ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൈ സ്ട്രൈഡിങ് ലെഗ്സ്, എൻ്റെ സ്ട്രൈഡിങ് ലെഗ്സ്, എൻ്റെ കാലുകളും എൻ്റെ തലയും, ദാറ്റ് മീൻസ് എൻ്റെ ഫിസിക്കലായിട്ടുള്ള കഴിവും എൻ്റെ ചിന്തകളും ഗ്രോസ് ബിഗ്ഗർ, അത് വലുതാവാൻ തുടങ്ങി എന്ന് പറഞ്ഞ് അവിടെ ഉദ്ദേശിക്കുന്നത് അകലാൻ തുടങ്ങി. അതായത് ഞാൻ ഇന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും ശരീരം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് അപ്പോൾ ഗ്രോസ് ബിഗ്ഗർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ഗ്രോ ഓൾഡർ, ഞാൻ പ്രായമുള്ള ഒരാളായി മാറുന്നു. ആൻഡ് ഐ ഗ്രോ സ്മാളർ, അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചെറുതായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ അല്ലേ, എനിക്ക് വിചാരിച്ച കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നില്ല. പണ്ട് യുദ്ധത്തിൽ ഞാൻ എല്ലാം ആയിരുന്നു എന്ന് ചിന്തിച്ചാൽ ഇന്ന് ഐ ഗ്രോ സ്മാളർ, ഞാൻ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും എന്നെ കൊണ്ട് ചെയ്യാവുന്ന പ്രവൃത്തികൾ കുറഞ്ഞു വരികയാണ്. ദാറ്റ് ഈസ് വൈ ഐ ഗ്രോ സ്മാളർ. ഇന്നെനിക്ക് പലതും ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അതൊന്നും പ്രവർത്തിക്കാൻ ഉള്ള ശാരീരിക ക്ഷമത എനിക്കില്ല. ദോസ് ഡേയ്സ് ഗ്രോ എവേ ഫ്രം മീ, ആ കാലം എന്നിൽ നിന്ന് അകന്നു പോകുന്നു. ഏതാണ് ഈ ദോസ് ഡേയ്സ്?
അതെ, പണ്ട് കുട്ടികളോട് പറയുന്ന യുദ്ധത്തെ പറ്റി, അവിടെ പങ്കെടുത്തതിനെ പറ്റിയല്ലേ, യുദ്ധത്തിൽ താൻ അനുഭവിച്ച സംഭവങ്ങളും ആ സ്ഥലത്തെ പറ്റിയൊക്കെയല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. സോ ദോസ് ഡേയ്സ്, ആ പഴയ കാലം, ഞാൻ യുദ്ധത്തിനൊക്കെ ഇറങ്ങിയിരുന്ന ആ പഴയ കാലം, ദോസ് ഡേയ്സ് ഗ്രോ എവേ ഫ്രം മീ, എന്നിൽ നിന്ന് അകന്നു വളരാൻ തുടങ്ങി. എന്നുവെച്ചാൽ കാലം അകന്നകന്നു പോകുന്നു എൻ്റെ അടുത്ത് നിന്ന്. അതായത് എനിക്ക് പ്രായം കൂടുന്നു എന്ന് തന്നെയാണ് ഒരു അർത്ഥത്തിൽ പറയുന്നത് അല്ലേ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമ്പോൾ, നിങ്ങളുടെ സ്കൂൾ ജീവിതത്തെ പറ്റി ഓർക്കുമ്പോൾ, ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചതും നിങ്ങളുടെ സുഹൃത്തുക്കളെ പറ്റി ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താ? ദോസ് ഡേയ്സ് ഗ്രോ എവേ ഫ്രം മീ, ആ നാളുകൾ എന്നിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ എന്താണ്? നമ്മളാണ് ആ കാലത്ത് നിന്ന് അകന്ന് വന്നത്. അതായത് നമ്മൾ ഓരോ ദിവസവും പ്രായം കൂടിക്കൂടി വരികയാണെന്ന് അർത്ഥം അല്ലേ. അതായത് ആ കാലം അകന്നു പോകുന്നു എന്നാണ് ദോസ് ഡേയ്സ് ഗ്രോ എവേ ഫ്രം മീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീസ് ടൈംസ് ഗ്രോ എവേ ഫ്രം മീ ടു. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ചെറിയ വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലേ. എന്താണ്? വാക്കുകളുടെ ഘടനയിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ, എന്നാൽ അർത്ഥത്തിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ദീസ് ഡേയ്സ് ഗ്രോ എവേ ഫ്രം മീ, ദീസ് ടൈംസ് ഗ്രോ എവേ ഫ്രം മീ ടു എന്ന് പറഞ്ഞാൽ ആ കാലം, ആദ്യം ദോസ് എന്നും പിന്നീട് ദീസ് എന്നുമാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ദോസ് എന്ന് പറഞ്ഞാൽ ആ കാലം, ദീസ് എന്ന് പറഞ്ഞാൽ ഈ കാലം. ദാറ്റ് മീൻസ് ദോസ് ഡേയ്സ്, ആ ദിനങ്ങളെല്ലാം, യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്തിരുന്ന ആ ദിനങ്ങളെല്ലാം എന്നിൽ നിന്ന് അകന്നു പോകുന്നു. ദീസ് ടൈംസ്, ഈ കാലവും അല്ലെങ്കിൽ ഈ സമയവും. എന്താ ഈ സമയം? എൻ്റെ മക്കളോട് കൂടി ഞാൻ ഈ ടെൽഗാത്തിൽ വന്ന് അവർക്ക് ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഈ സമയവും ഗ്രോ എവേ ഫ്രം മീ ടു, ഈ കാലവും എന്നിൽ നിന്ന് കടന്നു പോകുമല്ലോ. അതായത് ഈ ദിവസവും കഴിഞ്ഞ് ഞാൻ എന്നേക്കും ഈ ലോകത്തില്ലാതായി മാറുമല്ലോ. അതായത് കാലത്തിൻ്റെ ആ നശ്വരത, അതല്ലെങ്കിൽ എല്ലാം ഇനി നശിക്കാൻ പോവാണ്. എല്ലാം ഒരാളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉള്ളൂ. കുറേ യുദ്ധം ചെയ്തതുകൊണ്ടും കുറേ പോരാടിയത് കൊണ്ടും കുറേ വിജയിച്ചത് കൊണ്ടൊന്നും നമുക്കൊന്നും നേടാനില്ല. ഈ കാലവും കഴിഞ്ഞു പോകും. ദീസ് ടൈംസ് ഗ്രോ എവേ ഫ്രം മീ ടു, ഈ കാലവും എന്നിൽ നിന്ന് ചെയ്യുന്നു അകന്നു പോകുന്നു. ഈ സമയവും എന്നിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ആ കാലമൊക്കെ എന്നോ പോയി, ദൂരെയായി. ഈ കാലമോ അതുപോലെ തന്നെ ഇനി എന്താകും? ദൂരെയായി മാറും. ആൻഡ് ഐ ആം ഇൻ ദ മിഡിൽ, ഇന്ന് ഞാനിവിടെ മധ്യത്തിൽ നിൽക്കുന്നു അല്ലെ. ഇന്നിപ്പോൾ എവിടെയാപ്പോൾ ഉള്ളത്? മക്കളെയും കൊണ്ട് ടെൽഗാത്തിലാണ്, പണ്ട് യുദ്ധം ചെയ്തിരുന്ന ആ ഭൂമിയിൽ തന്നെയാണ് അല്ലേ. ആൻഡ് ഐ ആം ഇൻ ദ മിഡിൽ, ഞാൻ ഇന്ന് ഇതിൻ്റെ നടുവിൽ നിൽക്കുകയാണ്. വിത്തൗട്ട് ദം, അവരാരുമില്ലാതെ. ആരാണ് ഈ അവര്? സോൾജിയേഴ്സ് അല്ലേ. പണ്ട് യുദ്ധത്തിൽ ഒറ്റയ്ക്കല്ല പങ്കെടുക്കുക, ഒരു കൂട്ടം പട്ടാളക്കാരുടെ കൂട്ടത്തിലാണ് ഇയാളും പങ്കെടുത്തിട്ടുള്ളത്. സോ ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ നടുവിൽ യുദ്ധഭൂമിയിൽ നിൽക്കുകയാണ്. വിത്തൗട്ട് ദം, അവരാരുമില്ലാതെ. ഓൺ ദിസ് മൗണ്ട്, ഈ കുന്നിൻ മുകളിൽ. വിത്ത് മൈ ചിൽഡ്രൻ, എൻ്റെ കുഞ്ഞുങ്ങളുമായി. അതായത് ജീവിതത്തെക്കുറിച്ചുള്ള വലിയ തിരിച്ചറിവ് കൂടിയാണ് ആ വരി അല്ലേ. അതായത് പറഞ്ഞു എല്ലാം എന്നിൽ നിന്ന് അകന്നു പോകണം. വാല്യൂ ഓഫ് ടൈമാണ് ഇയാൾ പറയുന്നത്. സമയത്തിൻ്റെ വാല്യൂ, നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന ഓരോ സമയവും ഓരോ നിമിഷവും നമുക്ക് എത്രത്തോളം പിന്നീട് സങ്കടം തോന്നുമെന്നാണ് ഇവിടെ പറയുന്നത്. അന്ന് എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു, യുദ്ധത്തിൽ ഞാൻ മതിമറന്ന് ആഘോഷിച്ച് മറ്റുള്ളവർക്ക് കൊന്ന് കൊല വിളിക്കുക എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു ആഘോഷമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പട്ടാളക്കാരുടെ ഒരു വലിയ ആഘോഷമായിരുന്നു. ആൻഡ് ഐ ആം ഇൻ ദ മിഡിൽ, ഇന്നും ഞാൻ ആ യുദ്ധഭൂമിയുടെ നടുക്ക് നിൽക്കുകയാണ്. എന്നാൽ വിത്തൗട്ട് ദം, ഇന്ന് എൻ്റെ കൂടെ ആരുമില്ല. അതിനർത്ഥമുണ്ട് എന്താ? ഇന്ന് എനിക്ക് പ്രായമായി, ഇന്ന് എൻ്റെ ആ ശാരീരിക ക്ഷമത ഒന്നിനും കഴിയാത്തതായി, അതുകൊണ്ട് ആർക്കും എന്നെ ഇപ്പോൾ വേണ്ട അല്ല, ഇപ്പം എന്നെ യുദ്ധത്തിനൊന്നും ആവശ്യമില്ല. വിത്തൗട്ട് ദം, യുദ്ധത്തിൽ നിന്ന് പോയിട്ട് ഒന്നിനും ഇപ്പോൾ എനിക്ക് കഴിയില്ല. സോ വിത്തൗട്ട് ദം, ഇന്ന് എൻ്റെ കൂടെ ആരുമില്ല, ഒരു പട്ടാളക്കാരുമില്ലാതെ ഈ യുദ്ധഭൂമിയുടെ നടുക്ക് ഞാൻ നിൽക്കുകയാണ്. ഓൺ ദിസ് മൗണ്ട്, ഈ കുന്നിൻ ചെരുവിൽ, ഈ കുന്നിൻ മുകളിലെ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ. വിത്ത് മൈ ചിൽഡ്രൻ, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായി. അപ്പോൾ ഈ വിത്ത് മൈ ചിൽഡ്രൻ എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന ജനറേഷനെയാണ് അല്ലേ. ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കെങ്കിലും നല്ലത് പറഞ്ഞു കൊടുക്കണം എന്ന ആഗ്രഹം കൂടി അതിനകത്തില്ലേ. ഓൺ ദിസ് മൗണ്ട്, ഈ കുന്നിൻ ചെരുവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വിശാലമായ അർത്ഥം വിചാരിച്ചാൽ ഈ ലോകത്ത് അല്ലേ, ലോകത്തെ മുഴുവനും യുദ്ധഭൂമിയാക്കി എടുത്താൽ യുദ്ധങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ സംസാരമല്ലേ അത്. ഓൺ ദിസ് മൗണ്ട്, ഈ യുദ്ധഭൂമിയിൽ, ഈ കുന്നിൻ ചെരുവിൽ, ഈ ലോകത്ത്. വിത്ത് മൈ ചിൽഡ്രൻ, എൻ്റെ മുമ്പിൽ ഇനി ആര് മാത്രമേ ഉള്ളൂ? എൻ്റെ കുഞ്ഞുങ്ങൾ. അതിൻ്റെ വലിയ അർത്ഥം തോന്നുന്നില്ലേ? അതായത് ഇനി എൻ്റെ മുമ്പിൽ ഒരു പുതിയ തലമുറയാണുള്ളത്. ആ തലമുറയോടെങ്കിലും എനിക്ക് എന്ത് ചെയ്യണം? നല്ലത് പറഞ്ഞു കൊടുക്കണം. യുദ്ധങ്ങളെപ്പറ്റി, മനുഷ്യൻ്റെ നഷ്ടപ്പെട്ടു പോകുന്ന നിമിഷങ്ങളെപ്പറ്റി എനിക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ സ്റ്റാൻസ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ തേർഡ് സ്റ്റാൻസ. A light afternoon wind blows, but only a few people move in the blowing wind. Bend down a little with the grass and flowers.
Dandelions cover the mound. You could say as dandelions in multitude. ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ ഒരു കവിതയിൽ ഒരു ടെൽഗാത്ത് എന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിലും അവിടുത്തെ വലിയ വർണ്ണനയൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ. ഒരു കുന്നാണ്, എൻ്റെ കുഞ്ഞുങ്ങളുമായി ഞാൻ ചെല്ലുന്നു എന്ന് പറഞ്ഞെങ്കിലും രണ്ടാമത്തെ സ്റ്റാൻസയിൽ അയാളുടെ ചിന്തയും അയാളുടെ യുദ്ധ ഓർമ്മകളുമാണ് പറഞ്ഞത്. എന്നാൽ മൂന്നാമത്തെ ഈ സ്റ്റാൻസയിൽ കൃത്യമായി അവിടുത്തെ ആ ഭംഗിയെ ഒന്ന് വിവരിക്കുകയാണ്. പ്രകൃതിയെ ഭംഗിയെ വിവരിക്കുന്നു എന്ന് മാത്രമാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുക എങ്കിലും അതിനപ്പുറത്തേക്കുള്ള കാര്യമാണ് പറയുന്നത് എന്നുള്ളത് രണ്ടാമത്തെ വായനയിൽ മനസ്സിലാവും. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഒരു ഔട്ടർ ലെയർ എന്താണ്, പുറത്തേക്കുള്ള ഒരു മീനിങ് എന്താണെന്ന് നോക്കിയിട്ട് പോകാം. അതിനുശേഷം നമുക്കതിൻ്റെ ഇന്നർ കോറിലേക്ക് കയറാം. എ ലൈറ്റ് ആഫ്റ്റർനൂൺ വിൻഡ് ബ്ലോസ്, അല്ലേ, വൈകുന്നേരത്തെ ഒരു ഇളം കാറ്റിങ്ങനെ വീശുന്നുണ്ട്. എ ലൈറ്റ് ആഫ്റ്റർനൂൺ വിൻഡ് ബ്ലോസ്, ഒരു ആഫ്റ്റർനൂൺ വിൻഡാണ്. അപ്പോൾ സമയം എപ്പോഴാണ് ഇയാൾ കുട്ടികളെയും കൊണ്ട് ചെന്നത് എന്ന് നമുക്ക് മനസ്സിലായി. എ ലൈറ്റ് ആഫ്റ്റർനൂൺ വിൻഡ് ബ്ലോസ്, അല്ലെ, വിൻഡ് കാറ്റ്, ബ്ലോ എന്ന് പറഞ്ഞാൽ വീശി അടിക്കുക, ചെറിയ രീതിയിൽ ഒരു ഇളം കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്. ബട്ട് ഓൺലി എ ഫ്യൂ പീപ്പിൾ മൂവ് ഇൻ ദ ബ്ലോയിങ് വിൻഡ്, എന്നാൽ ആ ചെറിയൊരു കാറ്റിൽ, ആ ഒരു ഇളം കാറ്റിൽ അധികം ആളുകൾക്കൊന്നും ഒരു ഇളക്കവും തട്ടാറില്ല. ബട്ട് ഓൺലി എ ഫ്യൂ പീപ്പിൾ, കുറച്ച് ആളുകൾ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, അതിനനുസരിച്ച് മൂവ് ചെയ്യാറുള്ളൂ. ഇൻ ദ ബ്ലോയിങ് വിൻഡ്, ആ ഒരു ഇളം കാറ്റിൽ. അത് ഇളം കാറ്റാവാം, ചിലപ്പോൾ അത് നല്ല വീശി അടിക്കുന്ന കാറ്റായി മാറുകയും ചെയ്യാം. അത് കുറച്ച് ആൾക്കാരെ മാത്രമേ ബാധിക്കാറുള്ളൂ. ബെൻഡ് ഡൗൺ എ ലിറ്റിൽ വിത്ത് ദ ഗ്രാസ് ആൻഡ് ദ ഫ്ലവേഴ്സ്, കുറച്ച് ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ബെൻഡ് ഡൗൺ, താഴേക്ക് അല്ലേ കുനിഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ താഴ്ന്നു കൊടുക്കുക, അല്ലെങ്കിൽ വീഴുക, എന്തുമാവാം. എ ലിറ്റിൽ വിത്ത് ദ ഗ്രാസ്, ഗ്രാസിലേക്ക് അല്ലെങ്കിൽ ഗ്രാസിൻ്റെ ഒപ്പം വന്നിട്ട്, ആൻഡ് ഫ്ലവേഴ്സ്, പൂക്കളെ പോലെ, പൂക്കളൊക്കെ തലചായ്ച്ച് നിൽക്കാനൊക്കെ പറയില്ലേ കാറ്റ് വീശുമ്പോൾ, അതുപോലെ കുറച്ച് ആൾക്കാർ മാത്രം ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, പുല്ലിലേക്ക് വീയാറുണ്ട്, അല്ലെങ്കിൽ പുല്ലിലേക്ക് ചായാറുണ്ട്, താഴ്ന്നു കൊടുക്കാറുണ്ട്. ഡാൻഡേലിയൻസ് കവർ ദ മൗണ്ട്, എന്നാൽ കുന്നിൻ ചെരുവിൽ മറ്റൊരു കൂട്ടം ആൾക്കാരുണ്ട്. ഡാൻഡേലിയൻസ് എന്ന് പറയുന്നത് ജമന്തി പൂക്കൾ പോലത്തെ ഒരു ടൈപ്പ് പൂക്കളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള, പല നിറത്തിലുണ്ട് ഇത്, അത്തരത്തിലുള്ള ഒരു പൂക്കളാണ് ഡാൻഡേലിയൻസ് എന്ന് പറയുന്നത്. ആ ഭാഗത്ത് കാണുന്ന ഡാൻഡേലിയൻസിൻ്റെ ഒരു പിക്ചർ ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. ഡാൻഡേലിയൻസ് കവർ ദ മൗണ്ട്, ഈ കുന്നിൻ ചെരുവ് മുഴുവൻ പക്ഷേ എന്തുണ്ട്, ഡാൻഡേലിയൻസ്, ഒരു പ്രത്യേകതരം ജമന്തി പൂക്കളുണ്ട്. യു കുഡ് സേ, നിങ്ങൾക്ക് പറയാൻ കഴിയും, അല്ലെങ്കിൽ ഞാനത് തുറന്നു പറഞ്ഞാൽ, ആസ് ഡാൻഡേലിയൻസ് ഇൻ മൾട്ടിറ്റ്യൂഡ്, മൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കൂട്ടം, ഒരുപാട്, ഒന്നല്ല, കൂട്ടം കൂട്ടമായി ഇവിടെ ജമന്തി പൂക്കൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഔട്ടർ ലെയർ, പുറമേക്കുള്ള മീനിങ്. എന്നാൽ ഇപ്പം ഈ പറഞ്ഞത് അതിഗംഭീരമായിട്ടൊരു പ്രകൃതി വർണ്ണനയാണെങ്കിൽ കവി ഉദ്ദേശിക്കുന്നത് അതൊന്നുമല്ല. പ്രകൃതിയെ അതിമനോഹരമായി വർണ്ണിക്കുന്നതിൻ്റെ ഉള്ളിലൂടെ ഒരു വലിയ സത്യം നമുക്കെല്ലാവർക്കും പറഞ്ഞു തരാനാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്, ഇയാൾ ആഗ്രഹിക്കുന്നത്. നോക്കാം എന്താണ് അയാൾ പറഞ്ഞ കാര്യമെന്ന്. ഓക്കെ, എ ലൈറ്റ് ആഫ്റ്റർനൂൺ വിൻഡ് ബ്ലോസ്, ഇവിടെ പറയുന്നത് ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ആഫ്റ്റർനൂൺ വിൻഡ്, ഒരു പ്ലസൻ്റ് വൈകുന്നേരമാണ് സംഭവം നടക്കുന്നത് എങ്കിലും എ ലൈറ്റ് ആഫ്റ്റർനൂൺ വിൻഡ്, ഇവിടുത്തെ വിൻഡ്, ഈ കാറ്റ് എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന സ്ട്രഗിളുകളാണ്. കാറ്റടിക്കുക എന്ന് പറയുമ്പോൾ അല്ലേ, നമുക്ക് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു എവിടെയെങ്കിലും കയറി നിൽക്കുന്ന സമയത്ത് കാറ്റടിക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രഗിളാണ്. നമ്മൾ അതിലെന്ത് ചെയ്യും, നമ്മളെ ഡ്രസ്സൊക്കെ അല്ലെ നമ്മൾ പിടിച്ച് വെക്കുക, അതല്ലെങ്കിൽ നമ്മൾ വീഴാതെ നമ്മൾ നോക്കും. അത്തരത്തിൽ ജീവിതത്തിലെ സ്ട്രഗിളുകളെ ഫേസ്ഡ് ബൈ പീപ്പിൾ, ജനങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെയും സ്ട്രഗിളുകളെയുമാണ് ഇവിടെ വിൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബ്ലോയിങ് വിൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? അപ്പം ഇനി നമുക്ക് മുന്നോട്ട് പോകാം. എ ലൈറ്റ് ആഫ്റ്റർനൂൺ വിൻഡ് ബ്ലോസ് ബട്ട് ഓൺലി എ ഫ്യൂ പീപ്പിൾ മൂവ് ഇൻ ദ ബ്ലോയിങ് വിൻഡ്. കാറ്റ്, ഇളം കാറ്റ് ജീവിതത്തിൽ എന്ത് ചെയ്യും, ഇത്തരത്തിൽ പല സ്ട്രഗിളുകളും നമ്മുടെ മുമ്പിലുണ്ടാവും. ബട്ട് ഓൺലി എ ഫ്യൂ പീപ്പിൾ മൂവ് ഇൻ ദ ബ്ലോയിങ് വിൻഡ്, എന്നാൽ ആ കാറ്റിനനുസരിച്ച് കുറച്ച് പേര് മാത്രമേ മുന്നോട്ട് പോകാറുള്ളൂ. അതായത് കാറ്റിൻ്റെ കൂടെ പോവുക, അല്ലേ, കാറ്റിൻ്റെ കൂടെ പോവുക എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. ബട്ട് ഓൺലി എ ഫ്യൂ പീപ്പിൾ മൂവ് ഇൻ ദ ബ്ലോയിങ് വിൻഡ്, കുറച്ച് ആളുകൾ മാത്രമേ ആ സ്ട്രഗിളുകളൊക്കെ എന്ത് ചെയ്യാറുള്ളൂ, ഫേസ് ചെയ്യാറുള്ളൂ. ഓൺലി എ ഫ്യൂ പീപ്പിൾ മൂവ് ഇൻ ദ ബ്ലോയിങ് വിൻഡ്, ആ വീശിയടിക്കുന്ന കാറ്റ് കുറച്ച് പേര് മാത്രമേ അതിജീവിക്കാറുള്ളൂ. ബെൻഡ് ഡൗൺ എ ലിറ്റിൽ വിത്ത് ദ ഗ്രാസ് ആൻഡ് ദ ഫ്ലവേഴ്സ്, കുറേ പേര് എന്താ ചെയ്യാറ്, ബെൻഡ് ഡൗൺ,
അല്ലേ? തലകുനിക്കുക എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് തകർന്നു പോവുക എന്നർത്ഥത്തിലാണ്, തോൽവി സമ്മതിക്കുക എന്നർത്ഥത്തിലാണ്. ഒരു വലിയ കൂട്ടം എന്ത് ചെയ്യാറാണ്? ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്ക് മുൻപിൽ ബെൻഡ് ഡൗൺ, തലകുനിക്കുകയാണ്, തകർന്നു പോവുകയാണ്, തോൽവി സമ്മതിക്കുകയാണ്. എ ലിറ്റിൽ വിത്ത് ദ ഗ്രാസ്, അവർ പുല്ലോട് ചേർന്ന് നിൽക്കും അല്ലെ? പുല്ലിന് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ താഴെ വീണ് പോവുക എന്നർത്ഥം. ആൻഡ് ദ ഫ്ലവേഴ്സ്, പൂക്കളെ പോലെ, താഴെ വീണ് കിടക്കുന്ന പൂക്കളെ പോലെ അവരെന്ത് ചെയ്യും? തകർന്നു വീഴും. അതായത് ചില ജീവിത പ്രശ്നങ്ങളെ സഹിക്കാൻ പറ്റാതെ, ഫേസ് ചെയ്യാൻ പറ്റാതെ അവരെന്ത് ചെയ്യാറുണ്ട്? തകർന്ന് വീണു പോകാറുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളും താങ്ങാനാവാതെ ഡെസ്പെറേറ്റ് ആയിട്ട് അവരെന്ത് ചെയ്യാറും ചിലപ്പോൾ ജീവിതം അവസാനിപ്പിച്ച് പോകാറുണ്ട് അല്ലേ? അതല്ലെങ്കിൽ ആത്മഹത്യയൊക്കെ ആ ഒരു പരിഹാരമായി അവർക്ക് തോന്നാറുണ്ട്. ജീവിതം ഇനി ഫേസ് ചെയ്യാൻ കഴിയില്ല, ഈ സ്ട്രഗിളുകളൊന്നും എനിക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു കൂട്ടരും ഇവിടെ ഉണ്ട് എന്നാണല്ലോ പറയുന്നത് അല്ലേ? കൃത്യമായി മനസ്സിലായോ? പ്രകൃതിയെ അതിമനോഹരമായി വർണ്ണിച്ചിട്ട് ഇയാൾ പറയുന്നത് ഒരു മറ്റ് ശക്തമായ കാര്യമാണ്. കാറ്റടിക്കും, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്നാൽ കുറച്ച് പേര് മാത്രം അത് അതിജീവിക്കും, കുറേ പേര് തകർന്ന് വീഴാറാണ് പതിവ്. എന്നാൽ നിങ്ങളോടുള്ള വലിയ ഇൻസ്പിറേഷണൽ ആയിട്ടൊരു കാര്യം ഇയാൾക്ക് പറയാനുള്ളത്, ഡാൻഡിലിയോൺസ് കവർ ദ മൗണ്ട്. ഈ കുന്നിൻ ചെരുവിൽ ഏറ്റവും കൂടുതൽ എന്താ കാണുന്നതെന്നറിയോ? ഡാൻഡിലിയൻസ്, ജമന്തിപ്പൂക്കളാണ്. എന്നാൽ ഈ പൂക്കളെ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രതീക്ഷയുടെ കിരണങ്ങളായിട്ടാണ് കേട്ടോ. പ്രതീക്ഷയുടെ ഒരു വലിയ സിമ്പലാണ് ഹോപ്പ് അല്ലെ? ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടാവും, ബട്ട് പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. സോ ഡാൻഡിലിയൻസ് കവർ ദ മൗണ്ട്, ഈ കുന്നിൻ ചെരുവ് മുഴുവൻ പ്രതീക്ഷയാകുന്ന ജമന്തി പൂക്കളാണ്. നിങ്ങൾ കാറ്റിലിങ്ങനെ പറന്നു നടക്കുന്ന ഒരു പൂവോ ഒരു ഇലയോ ആയി നിലത്ത് വീഴാതെ പകരം ജമന്തി പൂക്കളായി മാറുക. ഡാൻഡിലിയൻസ് കവർ ദ മൗണ്ട്, ഇവിടെ ജമന്തി പൂക്കളാണ്. ഈ ജമന്തി പൂക്കൾ അല്ലെങ്കിൽ ഈ ഡാൻഡിലിയൻസിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? എല്ലാ കാലത്തും അതിജീവിക്കുന്ന പൂക്കളാണ് ഡാൻഡിലിയൻസ്. ദാറ്റ് മീൻസ് ഇവർക്ക് സീസണുകൾ പ്രശ്നമല്ല. സാധാരണ പല പൂക്കൾക്കും സ്പ്രിംഗ് സീസണിൽ വിരിയുകയും ഇല്ലേ പിന്നെ കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന പല സീസണൽ ആയിട്ടുള്ള ചില സീസണൽ ഫ്ലവേഴ്സ് എന്ന് പറയും നമ്മൾ അല്ലെ, ചില സീസണുകളിൽ മാത്രം വിരിഞ്ഞു നിൽക്കുകയും മറ്റുള്ള സമയത്ത് വിരിയാതിരിക്കുകയും ചെയ്യുന്ന രീതിയുള്ളതാണ് മറ്റ് അധിക പൂക്കൾക്കും ഉള്ളത്. എന്നാൽ ഇവിടെ ഈ ടെൽഗാത്തിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ലോകത്ത് എല്ലായിടത്തും കാണുന്ന ഇത്തരത്തിലുള്ള ഡാൻഡിലിയൻസ് എന്ന് പറയുന്ന പൂക്കൾ നമ്മൾ തന്നെ വീട്ടിൽ ചെയ്യാറില്ല. അങ്ങനെ ചില ജമന്തി പൂക്കൾ അല്ലെ മല്ലികയൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് കാലമൊന്നുമില്ല, എപ്പോഴും ഉണ്ടാവും. അതിങ്ങനെ പൂത്തൊലിഞ്ഞ് എപ്പോഴും നിൽക്കുന്ന കാണാനുള്ള സന്തോഷവും നമുക്കുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ ഡാൻഡിലിയൻസ് ആണ് ഇവിടെ നിറച്ചും. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഒരു ഇന്നർ മീനിങ് എന്ന് പറയുന്നത് ഏത് സീസണിലും വാടിപ്പോകാത്ത പൂവ് എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളെയും അതിജീവിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന, ഒന്നിലും തളർന്നു വീഴാത്ത, ഒന്നിലും പെട്ടുപോകാത്ത അല്ലെ, ഒരു ചിന്തകളും അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിച്ചു പോകണമെന്ന് തോന്നാത്ത വിഭാഗം ആൾക്കാരെയാണ് ഡാൻഡിലിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു കൂട്ടം ജനങ്ങളെ തന്നെയാണ്. പ്രതീക്ഷകളാൽ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളെ ഒരു കാറ്റടിക്കുമ്പോഴേക്ക് താഴെ വീഴുന്ന പൂക്കളാവാതെ ഡാൻഡിലിയൻസ് ആയി മാറുക, ജമന്തി പൂക്കളായി മാറുക. ഏതൊരു കാലത്തും അതിജീവിക്കുന്ന പൂക്കളായി നിങ്ങൾ ഉദിച്ചു നിൽക്കുക, തിളങ്ങി നിൽക്കുക. ഡാൻഡിലിയൻസ് കവർ ദ മൗണ്ട്, ഈ കുന്നിൻ ചെരുവ് മുഴുവൻ അത്തരത്തിൽ പ്രതീക്ഷകളാകുന്ന ഡാൻഡിലിയൻസ് ആണ്. യു കുഡ് സേ, നിങ്ങൾക്ക് കാണാമെന്ന അർത്ഥത്തിലാണ് യു കുഡ് സേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് കാണാമല്ലോ. ആസ് ഡാൻഡിലിയൻസ് ഇൻ മൾട്ടിറ്റ്യൂഡ്, ഇവിടെ എന്താണ്? ഇഷ്ടം പോലെ, കൂട്ടമായിട്ട്. ഡാൻഡിലിയൻസ് ഇൻ മൾട്ടിറ്റ്യൂഡ്, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? മെനി പീപ്പിൾ ഓവർകം ദീ സ്ട്രഗിൾസ്, ഒരുപാട് ഈ സ്ട്രഗിളുകളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് കുതിച്ചുയരുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അതായത് ഈ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു കൂട്ടർക്കൊപ്പം തന്നെ എല്ലാ പ്രതീക്ഷകളും മനസ്സിലേറ്റി മുന്നോട്ട് പോകുന്ന ഒരു വലിയ ജനക്കൂട്ടത്തെയും നമുക്ക് ഈ നാട്ടിൽ കാണാം. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ പെടാൻ ശ്രമിക്കുക. അതല്ലാതെ മടുത്ത് ചെറിയ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ തകർന്നടിഞ്ഞു നിൽക്കുന്ന സാധാരണ പൂക്കളാവാതെ എല്ലാ കാലവും അതിജീവിക്കുന്ന ഡാൻഡിലിയൻസ് ആയിട്ട് നിങ്ങൾ മാറുക. അങ്ങനെ ഒരു വലിയ കൂട്ടം, മൾട്ടിറ്റ്യൂഡ്, ഒരു വലിയ കൂട്ടമുള്ള ആ ജനങ്ങളുടെ കൂടെ നിങ്ങൾ കൂടുക. അങ്ങനെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടാവുക. അതല്ലാതെ എല്ലാം തകർന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. യുദ്ധങ്ങളുടെ ഭൂമിയിൽ നിന്നുകൊണ്ട്, എല്ലാം തകർന്നടിഞ്ഞു നിൽക്കുന്ന ആ ഭൂമിയിൽ നിന്നുകൊണ്ട് അയാൾ പറയാണ്, നിങ്ങൾ പ്രതീക്ഷയുടെ ഡാൻഡിലിയൻസ് ആവുക. അതല്ലാതെ ചെറിയ കാറ്റിന് കൂടെ നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക? തകർന്നു പോകാതിരിക്കുക. Okay, let's go to the last stanza of the poem. I brought my children to the mound, and we sat there on its back and its side, as in the poem by Samuel Hanagid in Spain.
Like me, a man of hills and a man of wars, who sang a lullaby to his soldiers before the battle. I brought my children to the mount. പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഈ യുദ്ധഭൂമിയിൽ എത്തി നിൽക്കുകയാണ്. ഐ ബ്രോട്ട് മൈ ചിൽഡ്രൻ ടു ദ മൗണ്ട്, അല്ലേ? മൗണ്ട് ഞാൻ പറഞ്ഞു, കുന്നിൻ ചെരുവ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായി ഈ കുന്നിൻ ചെരുവിൽ എത്തി നിൽക്കുകയാണ്. ആൻഡ് വി സാറ്റ് ദർ, ഞങ്ങളിപ്പോൾ അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് ഇവിടെ നടന്ന പല സംഭവങ്ങളും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് വിവരിക്കുക എന്ന് പറയുന്നത് അല്ലേ, അടുത്തൊരു ജനറേഷൻ എന്ന അർത്ഥം കൂടി ഉണ്ട് എന്നും ഞാൻ പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ എൻ്റെ അനുഭവങ്ങളും ഇപ്പോൾ ഇതുവരെ ഉണ്ടായ എല്ലാ സംഭവങ്ങളും അതുപോലെ ഒരുപാട് വലിയ ഇൻസ്പിറേഷനായിട്ട് കാര്യങ്ങളും, അല്ലേ, നിങ്ങൾ എന്തുപോലെ ആവുക, ഡാൻഡീലിയൻസ് പോലെ ആവുക എന്ന കാര്യമൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളോടക്കം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് മറ്റൊരു വരിയാണ്. ആൻഡ് വി സാറ്റ് ദർ, ഞങ്ങൾ അവിടെ ഇരിക്കുന്നു. ഓൺ ഇറ്റ്സ് ബാക്ക് ആൻഡ് ഇറ്റ്സ് സൈഡ്, അതിൻ്റെ പിന്നിലും അതിൻ്റെ വശങ്ങളിലായിട്ടും. അതൊരു ഡബിൾ ഇൻവെർട്ടർ കോമയിൽ കൊടുത്തായിട്ട് നിങ്ങൾക്ക് കാണാം, അല്ലേ? അതായത് ടെൽഗാത്തിലെ ഈ മൗണ്ടിൻ്റെ, ഈ കുന്നിൻ്റെ പിന്നിലായിട്ടും സൈഡിലായിട്ടും എന്ന് പറയുന്നത് ഓൺ ഇറ്റ്സ് ബാക്ക് ആൻഡ് ഇറ്റ്സ് സൈഡ് എന്ന് പറയുന്നത്. എന്നാൽ ഈ വരി, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, ഈ കവി ഞങ്ങൾ അതിൻ്റെ ചുറ്റും നടന്ന് കാണുക അല്ലെങ്കിൽ ചുറ്റും എല്ലായിടത്തും ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നടന്ന എല്ലാ സംഭവങ്ങളെ പറ്റിയും ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക എന്നർത്ഥം. അവിടെ നടന്ന യുദ്ധങ്ങളെപ്പറ്റി, അവിടെ നടന്ന എല്ലാ സംഭവങ്ങളെയും അതിനെപ്പറ്റി എഴുതിയ ആളുകളെയും ഒക്കെ ഇങ്ങനെ ഓർത്ത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇവിടെ ഇരിക്കുക എന്നർത്ഥം. അപ്പോൾ കവി ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഓൺ ഇറ്റ്സ് ബാക്ക് ആൻഡ് ഇറ്റ്സ് സൈഡ്. ഇവിടെ ഇറ്റെന്ന് ഉദ്ദേശിക്കുന്ന ആ മൗണ്ട്, ആ കുന്നിനെയാണ് കേട്ടോ, ടെൽഗാത്തിലെ ആ കുന്നിൻ ചെരുവിനെയാണ്. ഓൺ ഇറ്റ്സ് ബാക്ക് ആൻഡ് ഇറ്റ്സ് സൈഡ്, അതിൻ്റെ പിന്നിലും അതിൻ്റെ ഓരങ്ങളിലും അതിൻ്റെ വശങ്ങളിലും എന്നർത്ഥം. അതിന് ചുറ്റുപാടും മുഴുവനായിട്ട് മനസ്സിലാക്കുക എന്നർത്ഥം. ആ വാക്ക്, അത് സെൻറ്റൻസ്, ആ വാക്ക് പറഞ്ഞപ്പോഴാണ് കവിക്ക് പഴയ ഒരു കവിയെ ഓർമ്മ വരുന്നത്. ആ വരി പറഞ്ഞ വേറൊരു കവിയുണ്ട്. അതായത് ഓൺ ഇറ്റ്സ് ബാക്ക് ആൻഡ് ഇറ്റ്സ് സൈഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചത് മറ്റൊരു കവിതയിലാണ്. ആരാണ്? ആസ് ഇൻ ദ പോയം ബൈ സാമുവൽ ഹാനാഗിദ് ഇൻ സ്പെയിൻ. സ്പെയിനിലെ ആ കാലത്ത്, പണ്ട് കാലത്ത് സ്പെയിനിലെ കേട്ടോ, അയാളൊരു പറഞ്ഞ മാതിരി ഒരു ജൂയിഷ് റൈറ്റർ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ലൈക്ക് മീ എ മാൻ ഓഫ് ഹിൽസ് ആൻഡ് എ മാൻ ഓഫ് വാർസ്, അയാളും എന്നെപ്പോലെ ഒരു കുന്നുകളുടെ മനുഷ്യനും യുദ്ധങ്ങളുടെ മനുഷ്യനുമായിരുന്നു. എന്താ അവിടെ? അതിന് വലിയ അർത്ഥമുണ്ട്. ലൈക്ക് മീ, എന്നെപ്പോലെ തന്നെയാണ് അയാൾ. അതായത് കവി പറയാണ്, എനിക്ക് എൻ്റെ ഒരു ഇൻസ്പിറേഷനാണ് അയാൾ, അല്ലേ, എൻ്റെ ഒരു റോൾ മോഡലാണ് ആ മധ്യകാല കവി. ലൈക്ക് മീ, എന്നെപ്പോലെ തന്നെ ആയിരുന്നു. എ മാൻ ഓഫ് ഹിൽസ്, അല്ലേ, കുന്നുകളെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ. കുന്നുകളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതിന് ഇവിടെ ഒരുപാട് അർത്ഥമുണ്ട്. കുന്നുകളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്നതായിരിക്കാം. കവിതകളെ സ്നേഹിക്കുന്നതും കൂടി ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കേട്ടോ. എ മാൻ ഓഫ് ഹിൽസ്, കുന്നുകളെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന. ആൻഡ് എ മാൻ ഓഫ് വാർസ്, യുദ്ധങ്ങളിൽ പങ്കെടുത്ത. യുദ്ധങ്ങളെ സ്നേഹിക്കുക എന്ന് പറയാൻ കഴിയില്ല, യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഇസ്രായേലിനെസ്സിന് വേണ്ടിയിട്ട് സംസാരിക്കുകയും ചെയ്ത ഒരാളാണ് ഇയാൾ എന്നർത്ഥം. അപ്പോൾ ആൻഡ് എ മാൻ ഓഫ് വാർസ്, എന്നെപ്പോലെ തന്നെ പ്രകൃതിയെയും കവിതകളെയും സ്നേഹിക്കുന്ന ഒരാളുമാണ്, യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഒരാളുമാണ്. ഹൂ സാങ് എ ലല്ലബി ടു ഹിസ് സോൾജിയേഴ്സ് ബിഫോർ ദ ബാറ്റിൽ, അയാൾ എന്ത് ചെയ്യുമായിരുന്നു? ഹൂ സാങ്, അയാൾ, ആ മധ്യകാല കവി. ഹൂ സാങ് എ ലല്ലബി, ലല്ലബി എന്ന് പറഞ്ഞാൽ താരാട്ടുപാട്ടിനെയാണ് അല്ലേ ലല്ലബി എന്ന് പറയുക. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന താരാട്ടുപാട്ട് എന്ന അർത്ഥത്തിലല്ല, സൂത്തിങ് സോങ്, കാതിന് ഇമ്പമേകുന്ന സംഗീതം എന്നർത്ഥം, അല്ലെ? ഈ ലല്ലബിയുടെ പ്രത്യേകത എന്താ? താരാട്ടുപാട്ടിന്റെ പ്രത്യേകത എന്താ? കാതിന് വളരെ ഇമ്പമേകുന്ന ഒരു സംഗീതമാണ്. അത് കേട്ട് 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 കുട്ടികൾ ഉറങ്ങുകയാണ് ചെയ്യാറുള്ളത്. ഹൂ സാങ് എ ലല്ലബി, എൻ്റെ ഈ കവി, ഞാൻ ഈ പറയുന്ന മധ്യകാല കവി, അയാളുടെ കവിതകൾ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഹൂ സാങ് എ ലല്ലബി ടു ഹിസ് സോൾജിയേഴ്സ്, തൻ്റെ പട്ടാളക്കാർക്ക്, കൂടെയുള്ള പട്ടാളക്കാർക്ക്, ബിഫോർ ദ ബാറ്റിൽ, യുദ്ധങ്ങൾക്ക് മുൻപ്, അതായത് യുദ്ധം ചെയ്യാൻ പോകുന്നതിന് മുൻപ് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കവിതകൾ പറയുകയും അവരെ ഇൻസ്പിറേഷനിലാക്കുകയും ചെയ്യുന്ന കവിയായിരുന്നു നാഗ്രില്ല എന്ന് പറയുന്ന സാമുവൽ ഹാനാഗിദ് എന്ന് പറയുന്ന സ്പെയിനിലെ ഈ കവി. ആ കവിയുടെ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അവസാനത്തെ സ്റ്റാൻസയിൽ തൻ്റെ റോൾ മോഡലായ ഈ കവിയെ ഒന്ന് കമ്പയർ ചെയ്തിട്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്. അവസാനത്തെ 3 വരി കൂടെ നോക്കാം. Yet I did not talk to my heart as he did, but to my children, to the mound. We are the resurrection, fleeting like this springtime, eternal like it too. Yet I did not talk to my heart as he did. അപ്പോൾ കവി ഒരു ചെറിയ ബോധം തൻ്റെ റോൾ മോഡലായിട്ടുള്ള ഈ കവിയുമായിട്ട്, അല്ലെ, ഈ മധ്യകാല കവിതയുമായിട്ട് അല്ലെങ്കിൽ കവിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം തനിക്കുണ്ട് എന്ന് നമ്മുടെ കവി പറയാണ്. എന്താണ് എനിക്കുള്ളതായിട്ട് പറയുന്നത്? യെറ്റ് ഐ ഡിഡ് നോട്ട് ടാക്ക് ടു മൈ ഹേർട്ട്, പക്ഷേ ഞാൻ എൻ്റെ ഹൃദയത്തോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ആസ് ഹി ഡിഡ്, അയാൾ ചെയ്തതുപോലെ. അതായത് എൻ്റെ മധ്യകാല കവി എൻ്റെ ഹൃദയത്തോടാണ് സംസാരിച്ചത്. എന്ന് വെച്ചാൽ എനിക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു കവിതയായിട്ടും വരികളായിട്ടുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എൻ്റെ കവിത എൻ്റെ മക്കളോടാണ്. ബട്ട് ടു മൈ ചിൽഡ്രൻ,
ഞാൻ എൻ്റെ കുട്ടികളോടാണ് സംസാരിച്ചത് അല്ലേ, എൻ്റെ വരും തലമുറയോടായിരിക്കാം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളോട്, എൻ്റെ മുമ്പിലുള്ള കുട്ടികളോട് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് കവി ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, എൻ്റെ കവിതകളെക്കാളും മികച്ചത് ആര് തന്നെയാണ്, ആ മധ്യകാല കവിത എഴുതിയ നാഗ്രില്ലയുടേത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെക്കാവുന്നതായിരുന്നു. എൻ്റെ കവിത വെറും എൻ്റെ കുഞ്ഞുങ്ങളോട് പറയുന്ന, അവർ കേൾക്കാൻ വേണ്ടി പറയുന്ന വരികൾ മാത്രമാണ് എന്നാണ് പറയുന്നത്. യെറ്റ് ഐ ഡിഡ് നോട്ട് ടാക്ക് ടു മൈ ഹേർട്ട്, ഞാൻ ഇതുവരെ എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചിട്ടില്ല. ആസ് ഹി ഡിഡ്, അയാൾ ചെയ്തതുപോലെ. അയാൾ ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിലേക്കാണ് കയറിയത്. ബട്ട് ടു മൈ ചിൽഡ്രൻ, ഞാൻ പറയുന്നതാണെങ്കിലോ എൻ്റെ കുഞ്ഞുങ്ങളോടാണ്. ടു ദ മൗണ്ട്, ഈ കുന്നിനോടാണ്, കുന്നിൻ ചെരുവിനോടാണ് ഞാൻ പറയുന്നത്. വി വേർ ദ റിസറക്ഷൻ, ഞാൻ പറയുന്നത് ഈ വാക്കുകളാണ്. വി വേർ ദ റിസറക്ഷൻ, നമ്മളാണ് റിസറക്ഷൻ, ഉയിർത്തെഴുന്നേൽപ്പ്. ഫ്ലീറ്റിംഗ് ലൈക്ക് ദിസ് സ്പ്രിംഗ് ടൈം, നമ്മൾ ഈ സ്പ്രിംഗ് ടൈമിനെ പോലെ വളരെ നശ്വരമായ ഒന്നാണ്, വളരെ കുറച്ച് നേരം മാത്രം നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. എറ്റേണൽ ലൈക്ക് ഇറ്റ് ടു, എന്നാൽ ആ കുന്നിൻ ചെരുവിനെ പോലെ തന്നെ, അതിലെ പൂക്കളെ പോലെ തന്നെ നമ്മൾ എന്താണ്, എറ്റേണൽ ലൈക്ക് ഇറ്റ് ടു, എന്നെന്നും നിലനിൽക്കുന്നതുമാണ്. സോ അവസാനം ഒരു വലിയ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് കവിത അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരുപാട് നല്ല കാര്യങ്ങൾ, നല്ല ജീവിതം ഇനിയും വരാനുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടി കവിത അവസാനിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടായിട്ട് പറയുന്നു, ടു ദ മൗണ്ട്, ഈ കുന്നിൻ ചെരുവിനോടായിട്ട് പറയുന്നു, വി വേർ ദ റിസറക്ഷൻ, നമ്മൾ എന്താണ്, റിസറക്ഷനാണ്. റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, നല്ല സമയം അല്ലേ. ഒരുപാട് തകർച്ചകൾ ഇവിടെ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗുഡ് ടൈം ടു കം, ഒരുപാട് നന്മയുള്ള ലോകം ഇനിയും വരാനുണ്ട് അല്ലേ. നന്മയുള്ള ലോകമേ എന്ന് കേട്ടില്ല, അത് തന്നെ ഉദ്ദേശിക്കുന്നത് ഒരു നന്മയുള്ള ലോകം ഇനിയും ഇവിടെ വരും. റിസറക്ഷൻ, ഉയർത്തെഴുന്നേൽക്കും. ഫ്ലീറ്റിംഗ് ലൈക്ക് ദിസ് സ്പ്രിംഗ് ടൈം, തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം എന്ത് തോന്നാം, ഫ്ലീറ്റിംഗ്, ക്ഷണികമാണ്, വളരെ കുറച്ച് നേരം മാത്രം നീണ്ടു നിൽക്കുന്നതാണ് എന്ന് നമുക്ക് തോന്നാം. ഫ്ലീറ്റിംഗ് ലൈക്ക് ദിസ് സ്പ്രിംഗ് ടൈം, സ്പ്രിംഗ് ടൈമിനെ പറ്റി ഞാൻ പറഞ്ഞു അല്ലേ, വസന്തകാലം വളരെ ഭംഗിയുള്ള കാലമാണെങ്കിലും അതിനും ഒരു അവസാനമുണ്ട് അല്ലേ. അതായത് കുറച്ച് ഒരു 2-3 മാസത്തെ ഡ്യൂറേഷൻ കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകും. അതുകൊണ്ട് തന്നെ നശ്വരമാണ്, നശിക്കുന്നതാണ്, പെട്ടെന്ന് കൺമുൻപിൽ നിന്ന് അവസാനിക്കുന്നതാണ്. സോ ജീവിതം എന്ന് പറയുന്നത് ഫ്ലീറ്റിംഗ് ലൈക്ക് ദി സ്പ്രിംഗ് ടൈം, ഈ ഒരു വസന്തകാലം പോലെ കുറച്ച് സന്തോഷങ്ങൾ ഇങ്ങനെ മനസ്സിൽ വരും, എന്നാൽ അത് പെട്ടെന്ന് പോകും. ബട്ട് കവി ഓർമ്മിപ്പിക്കുകയാണ്, എറ്റേണൽ ലൈക്ക് ഇറ്റ് ടു, എന്നാൽ സീസണെ പറ്റി നമ്മളൊരു വെറും ഒരു കാലമായി, വസന്തകാലമായി മാത്രം നിൽക്കാതെ സീസണായിട്ട് മാറുക എന്ന് വെച്ചാൽ എന്താ, പിന്നെയും എന്ത് ചെയ്യും, ഒരു സന്തോഷം സങ്കടം പിന്നെ വന്നാലും തീർച്ചയായിട്ടും സന്തോഷം തിരിച്ചു വരും. എറ്റേണൽ ലൈക്ക് ഇറ്റ് ടു, നമ്മളെന്താണ്, അനശ്വരമാണ്. ദാറ്റ് മീൻസ് എന്നെന്നും നിലനിൽക്കുന്നതാണ്. സന്തോഷം എന്ത് ചെയ്യും, ഒരു നാൾ നഷ്ടപ്പെട്ടാൽ പിന്നീട് തിരിച്ചു വരും. വി ആൾ ഹാവ് ദ ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ് എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നല്ല നിമിഷങ്ങളുണ്ട്, മോശം നിമിഷങ്ങളുണ്ട്, നല്ല സമയങ്ങളുണ്ട്, മോശം സമയങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒരു മോശം സമയത്തിന് ശേഷം ആര് റിസറക്റ്റ് ചെയ്യും, ഉയർത്തെഴുന്നേറ്റ് വരും, നല്ല സമയം തിരിച്ചു വരും അല്ലെ. നേരം എന്ന സിനിമയിൽ ഒരു കൊട്ടേഷനിൽ പറയുന്നില്ല, നല്ല നേരമുണ്ട്, മോശം നേരമുണ്ട്. തീർച്ചയായിട്ടും മോശം നേരത്തിന് ശേഷം ഒരു നല്ല നേരമുണ്ട് എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അത്തരം സിനിമകൾക്കും അത്തരം ഡയലോഗുകൾക്കൊക്കെ ഇൻസ്പിറേഷനിലായത് ഇത്തരത്തിലുള്ള കവിതകളാണെന്ന് വേണം മനസ്സിലാക്കാൻ കേട്ടോ. അതായത് ഇറ്റ് ഈസ് ആൾ അബൌട്ട് ഓപ്റ്റിമിസം അല്ലേ. ഓപ്റ്റിമിസമാണ്, പ്രതീക്ഷയാണ് ജീവിതം എന്നാണ് പറയുന്നത്. അബൌട്ട് ദ വാല്യൂ ഓഫ് ലൈഫ് ഓവർ ഡെത്ത് അല്ലെ. മരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ, എല്ലാവരുടെ മുമ്പിലുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ മുകളിൽ ജീവിതം എന്ന് പറയുന്നതിന് വലിയ പ്രതീക്ഷകളും ആശകളും സ്വപ്നങ്ങളും വേണം. ഇത് എന്ത് ചെയ്യാനുള്ളതല്ല, തകർന്നടിഞ്ഞ് ഒഴിവാക്കാനുള്ളതല്ല. പകരം നിങ്ങൾക്ക് ഇപ്പം മോശം സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സമയം വരും. കാരണം ഏതൊരു സമ്മർ സീസണ് ശേഷവും ഏതൊരു ഓട്ടം സീസണ് ശേഷവും ആര് വരാനുണ്ട്, ഒരു സ്പ്രിംഗ് സീസൺ വരാനുണ്ട്. കാരണം അത് ലോകത്തിൻ്റെ നിയമമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ റിസറക്ഷന് വേണ്ടി, ആ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി കാത്തിരിക്കുക. തീർച്ചയായിട്ടും ക്ഷണികമാണ് സ്പ്രിംഗ് ടൈം, കുറച്ച് നേരമേ സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ എങ്കിലും തീർച്ചയായിട്ടും അത് കഴിഞ്ഞു പോയാലും ഒരു തവണ തിരിച്ചു വരും. സന്തോഷം, നല്ല നിമിഷം, നല്ല ജീവിതം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ട് മരണമാണ് മികച്ചത് എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്ത്, മരണം എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ്. എന്നാൽ മരണത്തിന് മുമ്പേയുള്ള ആ ജീവിതത്തിന് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവണം, ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടാവണം. അതിനുവേണ്ടി നാം കാത്തിരിക്കണം. അതായത് യുദ്ധഭൂമിയിൽ ഒരുപാട് യുദ്ധങ്ങൾക്ക് ഉള്ള സാക്ഷ്യം വഹിച്ച ആ ഭൂമിയിലെ മോശം നിമിഷങ്ങൾ കഴിഞ്ഞാലും ഇനി ഒരു നല്ല ദിവസം, ഒരു നല്ല നാൾ ഈ ലോകത്ത് വരും. തൻ്റെ കുഞ്ഞുങ്ങളോടായിട്ട് പറയാണ്, അതായത് ഭാവി ജനറേഷനോടായിട്ട് പറയാണ്, ഇവിടെ ഇനി ഒരു നല്ല നാൾ വരും.
ആനിവേഴ്സറീസ് ഓഫ് വാർ എന്ന ഈ കവിതയെക്കുറിച്ചുള്ള ഒരു ധാരണ ഈ ക്ലാസ്സിലൂടെ ലഭിച്ചുവെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.